ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും കൊന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവർ അറിയിക്കുന്നത് ഞാനാണ്, അല്ലാതെ അത് പി.ടി. തോമസ് ഒന്നുമല്ല. ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി.ടി. തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ പി.ടി. തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവന്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെയാണ്, കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളിലും തുടക്കം. അതിനുശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനും എന്റെ കുടുംബവും എന്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഈ കേസിനെ സഹായിക്കുന്ന എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനും ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട്. നീതി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ഒരു വിധിയിൽ? എന്റെ ആംഗിളിലാണ് ഞാൻ പറയുന്നത്. ഞാൻ അന്ന് കണ്ടത്, എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല അവരെനിക്ക് കൊന്നുകളയണമെന്ന് തോന്നിയത്. എന്റെ കൈ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആക്രമിച്ചാണ് അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അത് ഇപ്പോ വിധി വന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു വിധി വന്നതെന്നും എനിക്കറിയില്ല. ഞാൻ വിളിച്ചിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വലിയ കൺഫ്യൂഷനിലും ടെൻഷനിലും സമാധാനക്കേടിലും സന്തോഷിക്കണം, സങ്കടപ്പെടുന്നു ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയത്. നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിന്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇതിലെ ഒരാൾക്ക് എനിക്കെതിരെ കള്ളത്തെളിവ് ഉണ്ടായി എന്ന്, അല്ലെങ്കിൽ എനിക്കെതിരെ കള്ളത്തെളിവ് ഉണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ്. ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലല്ലോ. മാധ്യമങ്ങൾ സംശയത്തിന് നേടില്ലല്ലേ ഈ കാര്യത്തിൽ? എന്തുകൊണ്ടല്ല? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ? മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും, ഇല്ലേ?